ഹലോ, അപ്പൊ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും SSLC 10ാം ക്ലാസ് ഇനി മുതൽ പുതിയൊരു സിലബസിലേക്ക് കയറാണ്. നിങ്ങൾക്ക് ഓൾറെഡി 9ൽ നിങ്ങൾ എത്തിയപ്പോൾ സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിമിലർലി 10ൽ എത്തിയപ്പോഴും കഷ്ടകാലം എന്ന് പറയാം. കഷ്ടകാലാണോ നല്ല കാലമാണോ എന്ന് കണ്ടറിയാം. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഒരുപാട് നല്ല വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. പണ്ടത്തെ പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളായിട്ടും എല്ലാമായിട്ടും, അതായത് ഗൈഡുകളായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന്റെ ടൈമിലൊക്കെ റെഫർ ചെയ്യാം. ഇനിവേ ഇപ്പൊ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഏതാനും ചില ചാപ്റ്റേഴ്സ് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ വോളിയത്തിൽ അടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ചാപ്റ്റർ അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് നമുക്ക് ഏതൊക്കെയാ നോക്കാം. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ ഈ ചാനലിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് മാത്സ് പഠിപ്പിക്കാനാണ്. അപ്പോൾ മാത്സിന്റെ ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആയത് മുതൽ നമ്മൾ റെഗുലർ ആയിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ രീതിക്കായിരിക്കും ക്ലാസ്സുകൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഷുവർ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കെമിസ്ട്രിയുടെ കേസിൽ നമുക്കിപ്പോ നിലവില് 4 ചാപ്റ്റേഴ്സ് ആണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, പിന്നെ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഇപ്പൊ ഇത്രയാണ് ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഇനി ബയോളജിയുടെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ബയോളജിയിൽ ഫസ്റ്റ് വരുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് തന്നെ ജെനറ്റിക്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു +1 +2 എന്നുള്ള രീതിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ബേസ് ലെവലിലാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് ആ ഒരു രീതിക്ക് പഠിക്കുക എന്നുള്ളത്. ജെനറ്റിക്സ് ഒക്കെ ശരിക്കും ബേസ് തൊട്ട് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. എനിവേ എങ്ങനെ വരുന്നുള്ളത്, ടെക്സ്റ്റ് എങ്ങനെ വരുന്നുള്ളത് കണ്ടറിയണം. രണ്ടാമത്തത് പാർട്സ് ഓഫ് എവല്യൂഷൻ, മൂന്നാമത്തത് ബിഹൈൻഡ് സെൻസേഷൻ. ഓക്കെ, അതൊക്കെ ഓൾറെഡി 10th പഠിക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. പിന്നെ ഇനി ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി ആണ് ഒരുപാട് പേര് പറയുന്നത് കേട്ടത് സിലബസ് ഒന്നും കൂടി ഡെപ്ത് കൂടിയിട്ടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ. അപ്പൊ അത് ഞാൻ ആ ഫീൽഡിലാവുകൊണ്ട് എനിക്ക് അറിയില്ല. ഓൾറെഡി 5 ചാപ്റ്റേഴ്സ് നമുക്കിപ്പോ ലഭ്യമായിട്ടുണ്ട്. ഇൻഫർമേഷൻ, ഹ്യൂമാനിസം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, പിന്നെ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ, പിന്നെ വെൽത്ത് ആൻഡ് ദ വേൾഡ്, പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി. അങ്ങനത്തെ 5 ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ ഇനി അടുത്തത് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലും നമുക്ക് 3 യൂണിറ്റ് ആണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് അരങ്ങും പൊരുളും, പിന്നെ ഏകോദര സഹോദരൻ നാം, മൂന്നാമത്തെ യൂണിറ്റ് അറിവിൻ നിറവായി. ഓക്കെ, ഇത് 3 യൂണിറ്റ്. പിന്നെ ഇംഗ്ലീഷിലും 3 യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, 3 യൂണിറ്റ് ഉണ്ട്. വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ. ടെക്സ്റ്റ് ബുക്ക് ചിലതൊക്കെ ലീക്ക് അയക്കണു, പക്ഷെ അത് ലീക്ക് ആയതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഓൾറെഡി ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ PDF ആയിട്ട് പബ്ലിഷ് ചെയ്യും. പിന്നെ സ്കൂളുകളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ വൈകാതെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ലഭിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഹിന്ദിയുടെ കാര്യത്തിലും 5 യൂണിറ്റ് ആണ് പബ്ലിഷ് ആയതെന്നല്ല, എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിവ് ലഭ്യമായിട്ടുള്ളത് 5 യൂണിറ്റിനെ കുറിച്ചാണ്. 5 യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിസിക്സിന്റെ കാര്യത്തിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഒറ്റൊരു യൂണിറ്റ് മാത്രമേ സൗണ്ട് വേവ്സ് എന്ന് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ നമുക്ക് ഏതാന്ന് അറിയുള്ളൂ. ബാക്കിയുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. അറിയുന്ന വഴിക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എനിവേ ഇനി മാത്സിന്റെ കേസാണ്. മാത്സിന്റെ കേസ് ഓൾറെഡി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സബ്ജക്റ്റ് ആവുകൊണ്ട്. അപ്പോൾ അവിടെ മുകളിൽ കാർഡ് വരും. മാത്സിനെ കുറിച്ച് അറിയേണ്ടവർക്ക് ആ വീഡിയോ പോയി കാണാം. എനിവേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.